എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് ഞാനിവിടെ ഒരു വറുത്തരച്ച തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ നിന്നും ഒരു ജയൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ കഴിച്ച ഒരു കറിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങക്ക, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ ഞാനിവിടെ ഒരു ബൗളിനകത്ത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതിന് പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങക്കായൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങക്കായാണേ. നമുക്കിത് ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും അതുപോലെ ഉരുളക്കിഴങ്ങ് ഞാൻ ചുരണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ഇച്ചിരി കട്ടി കൂടുതൽ അതിൻ്റെ തൊലിക്ക്. അങ്ങനെ ഞാൻ പീലർ എടുത്തിട്ട് അതൊന്ന് പീൽ ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതും നമുക്കൊന്ന് പീൽ ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇനി ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സബോള ഉണ്ടെങ്കിൽ എടുത്താലും മതി കേട്ടോ. സബോളയ്ക്കാണെങ്കിൽ ചെറിയൊരു മധുരം കാണുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തത്. ചെറിയ ഉള്ളിയാണ് നല്ലത്. ചെറിയ ഉള്ളിയും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. വലിയ കഷ്ണമായിട്ട് അരിയുന്നവർക്ക് വേണമെങ്കിൽ വലിയ കഷ്ണമായിട്ട് അരിയാം കേട്ടോ. ഞാനിപ്പം ചെറിയ കഷ്ണം, നമ്മൾ തീയലിനൊക്കെ അരിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ചെറുതാക്കിയാണ് അരിയുന്നത്. ഉരുളക്കിഴങ്ങാകുമ്പം പെട്ടെന്ന് അങ്ങ് വേകുകയും ചെയ്യുമല്ലോ. ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ആ മുരിങ്ങക്കയും കൂടെ ഒന്ന് മുറിച്ചിടാം. ആ മുരിങ്ങക്കയും മുറിച്ചിട്ട് വെച്ചു. മുരിങ്ങക്കയും കൂടെ മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നെ ആ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിനകത്ത് പെരിഞ്ജീരകം ചേർത്തിട്ടാണ് ആ തീയൽ ഉണ്ടാക്കിയത്. ഞാൻ സാധാരണ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തക്കാളിയും കൂടെ ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ചട്ടിയൊക്കെ. ഇനി നമുക്ക് അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ആ ബൗളിന് ഒരു 3/4 ബൗള് എടുത്തിട്ടുണ്ട്. കൈപ്പിടി പറയുകയാണെങ്കിൽ ഒരു 2 കൈപ്പിടി നിറച്ച് തേങ്ങയെ. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു പകുതി ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തേ. പെരിഞ്ജീരകവും കൂടി ഇട്ട് നന്നായിട്ട് അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്തേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് താളിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ. നമ്മൾ തക്കാളി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. തക്കാളി നമുക്ക് ഇത് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ട് സിമ്മാക്കി വെക്കണേ തീയെ. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരണം. തേങ്ങായി ഞാനിവിടെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വാടി ഒന്ന് വേകാറായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് അതിലേക്ക് ഇനി തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വാളംപുളിയൊന്നും ഞാൻ ചേർക്കത്തില്ല കേട്ടോ. ഇതിനകത്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ചേർത്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേണം. ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ആ മിക്സിയുടെ ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തു. വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ലേശം വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കണ്ടോ? ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി. ഞാൻ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. അവിടെ നിന്നൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വരട്ടെ. നമുക്കിനി മൂടിയൊക്കെ മാറ്റാം. ഒരു 5 മിനിറ്റ് ശേഷം തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തീയലാണേ.
ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കണ്ടോ, ഞാനിവിടെ തീയലൊക്കെ വാങ്ങി എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തീയലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം.